മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഒരു ചെറിയ കാര്യം എല്ലാവരുമായിട്ട് പങ്കുവെക്കണം. ആദ്യം നിങ്ങളത് കേൾക്കുമ്പോൾ വിഷമം തോന്നും, പിന്നീട് ഇരുന്ന് ചിന്തിച്ചാൽ വളരെ ശരിയാണെന്ന് മനസ്സിലാവും. ഇന്ന് ചില മരണം നടന്ന വീടുകളിലേക്ക് പോകുമ്പോൾ ആ വ്യക്തി മരിക്കുന്നതോ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം കട്ടിലിൽ കിടക്കുന്നതോ നിലത്ത് കിടക്കുന്നതോ വിളക്കെല്ലാം കത്തിച്ച് ദർഭപ്പുല്ലിൽ കിടത്തുന്നതോ ഇത് ചിലപ്പോൾ കുട്ടികളെ കാണിക്കാറില്ല. ആ കുട്ടികൾ പേടിച്ചു പോവും, ഡെഡ് ബോഡി കണ്ടാൽ, മരിക്കുന്നത് കണ്ടാൽ എന്നൊരു ധാരണയിലാണ് കുട്ടികളെ കാണിക്കാതിരിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങളിത് ചെയ്യരുത്. ഒരു വ്യക്തി മരിക്കുന്നത് നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കണം എന്നല്ല, മരിക്കുന്നതിൻ്റെ പ്രക്രിയ ഭയപ്പെടുത്താതെ 1, 2, 3 മിനിറ്റ് കാണിക്കണമെങ്കിൽ കാണിക്കാം. ഡെഡ് ബോഡി കാണിക്കാം, ഡെഡ് ബോഡിക്ക് പ്രദക്ഷിണം വയ്ക്കാം, ആ മരിച്ച വ്യക്തിയെ നമസ്കരിക്കാം. ഇതെല്ലാം മരണം എന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ച് അറിയിക്കലാണ്. നമ്മുടെ പൂർവികര് മരണത്തെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചിരുന്നു. അത് വളരെ സയന്റിഫിക്കലും ലോജിക്കലും റാഷണലുമായിരുന്നു. മരണവുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് കാലങ്കോഴി കൂവുന്നത്. അത് അതിൻ്റെ സെക്ഷുവൽ പാരാമീറ്ററാണ്. പക്ഷെ കാലങ്കോഴി കൂവുമ്പോൾ അമ്മൂമ്മമാര് പറയും, എവിടെയോ കാലൻ വരുന്നു, മരണം നടക്കുന്നു. പട്ടി ഓരിയിടുമ്പോൾ പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാക്കുമ്പോൾ കാലൻ വരുന്നു എന്ന് പറയും. ചില വീടുകളിൽ ഈ മൂങ്ങയുടെ ശബ്ദം ഒരു തരത്തിലും മരണത്തെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഈ കാക്ക കുളിച്ചാൽ ഒരു മരണം എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ കാക്ക കുളിക്കുന്നത് കണ്ടാലോ കാക്ക കുളിച്ചാലോ ഒരു മരണം ഉണ്ടാവില്ലെന്ന് ഇവർക്കറിയാം. ഈ കാലങ്കോഴി കൂവുന്നത് മരണവുമായിട്ട് ഒരു ബന്ധമില്ല. പട്ടി ഓരിയിടുന്നതും പട്ടിയുടെ ശബ്ദവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല മരണവുമായിട്ട്. ഇതെല്ലാം ഇവർക്കറിയാം. പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത്? അതിൻ്റെ പുറകിൽ ഒരു വലിയ മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജാണ്, നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരമല്ല. ഈ ഭൂമിയിൽ ജനിച്ച ദിവസം ഉണ്ടെങ്കിൽ മരിക്കുന്ന ദിവസമുണ്ട്. ഈ മരണം എന്ന് പറയുന്നത് ജനനം പോലെ തന്നെയുള്ളതാണ്. ഈ പോകുന്നവര് ശരിക്ക് കരഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് വരുന്നു, കരയിപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് പോകുന്നു. ഈ കരച്ചില്, മരണത്തിന്റെ കരച്ചില് ലോകത്തിൽ എവിടെയാണെങ്കിലും ഉള്ളതാണ്. കുറേ ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ മരണത്തെക്കുറിച്ചൊക്കെ മറക്കും, നമ്മൾ നോർമലാവും. അതും പ്രകൃതി നിയമമാണ്. ഇത് കൂടാതെ ഒരു കാര്യവും കൂടി നിർബന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ 1, 2 ദിവസമെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും മരിക്കുമ്പോൾ, അത് നിങ്ങൾ ശ്മശാനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്രിമേഷൻ ഗ്രൗണ്ടിലേക്ക്, ഗ്രേവ്യാർഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെയും കൊണ്ടുപോകണം. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ, അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, മുത്തച്ഛൻ മരിച്ചു, മുത്തശ്ശി മരിച്ചു എങ്കിൽ ആ മരണത്തിന് ശേഷം ആ ഡെഡ് ബോഡി എന്താണ് ചെയ്യുന്നത് എന്ന് ലാഘവ ബുദ്ധിയോടുകൂടി കുട്ടികൾ കണ്ട് മനസ്സിലാക്കണം. ശരിക്ക് ഇന്ന് വളരുന്ന ഒരു IT എഞ്ചിനീയർ, ഒരു എക്സ്പെർട്ട്, ഒരു പയ്യൻ അച്ഛൻ മരിച്ചാലോ അമ്മ മരിച്ചാലോ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അവർക്കൊന്നും അറിഞ്ഞൂടാ. മാത്രമല്ല, മറ്റുള്ളവരുടെ സഹായത്തിൽ അവർ പറയുന്ന മാതിരിയാണ് നമ്മളെല്ലാം ചെയ്യേണ്ടി വരിക. പണ്ട് നമ്മുടെ അച്ഛനും അമ്മമാർക്ക് 5-6 കുട്ടികളുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അറിയാം മരണശേഷം എന്തെല്ലാം ചെയ്യണമെന്ന്. ഇന്ന് മരണശേഷം എന്താ ചെയ്യേണ്ടതെന്ന് കുട്ടികളെ പഠിപ്പിക്കില്ല, കാണിപ്പിക്കില്ല, അറിയിപ്പിക്കില്ല, ഒരു തരത്തിൽ പറഞ്ഞു കൊടുക്കില്ല. അപ്പൊ എന്താ പറ്റുന്നത്? ശരിക്ക് വീട്ടിലൊരു മരണം ഉണ്ടായാൽ മരണം ഉണ്ടാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മരണം ഉണ്ടാവുന്ന സമയത്ത്, മരണത്തിന് ശേഷം എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഈ കുട്ടികൾ 100% നെർവസാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2-3 പ്രാവശ്യമെങ്കിലും മരണവും അതുപോലെ ശ്മശാനവും ആ ഡെഡ് ബോഡി ദഹിപ്പിക്കുന്നതും അതുമാതിരിയുള്ളത് ലാഘവ ബുദ്ധിയോടുകൂടി സാധാരണ രീതിയിൽ സംസാരിച്ചുകൊണ്ട്, അതൊരു അൺയൂഷ്വൽ പ്രതിഭാസമല്ല, യൂഷ്വലാണ്, കോമൺ ആണ് എന്ന് അറിയിച്ചുകൊണ്ട് അത് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ.
കുറേ അധികം ദിവസമായി ഞാനിതൊന്ന് വിവരിക്കണം എന്ന് വിചാരിക്കുന്നു. എങ്ങനെയോ അത് സ്ലിപ്പ് ചെയ്ത് പോകുന്നു. മരണവും ശ്മശാനവും, മരണത്തിൻ്റെ പ്രക്രിയയും ശ്മശാനത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ മക്കളെ പ്രത്യക്ഷമായിട്ട് തന്നെ കാണിച്ചു കൊടുക്കണം. വളരെ ലാഘവ ബുദ്ധിയോടുകൂടി, ഭയപ്പെടുത്തുന്ന രീതിയിൽ അല്ലാതെ കാണിച്ചു കൊടുക്കണം. ഇനി നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും മരിക്കുമ്പോൾ കാണിച്ചു കൊടുക്കലാണ് ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെന്ന് ശ്മശാനം എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കണം. സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പ്രണാമം, നമസ്കാരം.